സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. അഡ്വക്കേറ്റ് എ റഹീം, ഇത്രയും നല്ല കാര്യങ്ങൾ, പക്ഷേ അതെന്തുകൊണ്ട് എന്ന സംശയം രൂപപ്പെടുന്നു ഇപ്പോൾ. ഒന്ന്, രാഷ്ട്രീയമായി സംരക്ഷിക്കേണ്ടതില്ല ദിലീപിനെ എന്നതുകൊണ്ട് പൊതുവികാരം വളരെ ശക്തമായി വന്നിരിക്കുമ്പോൾ അവസാനം സർക്കാർ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകുന്നു. ഇത് ദിലീപിലേക്ക് മാത്രമായി പരിമിതപ്പെടുന്ന ഒന്നല്ല, മറ്റൊരുപാട് പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പോലും ദിലീപിൻ്റെ അംഗത്വം റദ്ദാക്കുന്നതിൽ ഈ സൂപ്പർ താരങ്ങൾക്കിരുന്ന് ആലോചിക്കേണ്ടി വന്നിട്ടുണ്ട്. പുതുതലമുറ താരങ്ങൾ വന്ന് ശക്തമായ നിലപാടെടുത്തിരുന്നില്ലെങ്കിൽ അയഞ്ഞ സമീപനം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും ദിലീപിനെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ദിലീപിനെ ഇപ്പോൾ പിടികൂടിയെങ്കിലും ഈ സംരക്ഷണത്തിൻ്റെ പിൻബലം ഇന്നല്ലെങ്കിൽ നാളെ ദിലീപിന് കിട്ടും എന്ന് സംശയിക്കുന്നവരുണ്ട്. മറുപടി അല്ല, ആ സംശയങ്ങൾക്ക് ഇതുവരെയുള്ള നാൾ വഴികൾ വെച്ച് അർത്ഥമില്ല. 2-3 സംഭവങ്ങളാണ്. ഒന്ന്, 53-ാമത്തെ ദിവസം കുറ്റപത്രം കൊടുത്തു, 81-ാമത്തെ ദിവസം ദിലീപ് അകത്തായി. ഈ വഴികളിലൊക്കെയും അന്വേഷണ സംഘം സജീവമായ അന്വേഷണത്തിൽ തന്നെയായിരുന്നു. എങ്ങും അവർക്ക് നിശബ്ദതയുണ്ടായിരുന്നില്ല, എങ്ങും അവർക്ക് നിശബ്ദതയുണ്ടായിരുന്നു, എങ്ങും അവർക്ക് ഇടവേളകളുണ്ടായിരുന്നില്ല. ഇത് കേരള പോലീസ് ഇക്കാര്യത്തിൽ മാത്രമല്ല സ്വീകരിക്കുന്നത്. ഇപ്പോൾ ദിലീപിൻ്റെ രാഷ്ട്രീയ സ്വാധീനം നിങ്ങൾ പറയുന്നു. ഒരു രാഷ്ട്രീയ സ്വാധീനത്തിനും അപ്പുറത്ത് ഇപ്പുറത്ത് ഇരയായി നിൽക്കുന്നയാളിൻ്റെ പ്രഭാവം, സ്വാഭാവികമായും അവർക്കൊരു താരശോഭ, മാധ്യമങ്ങളുടെ നിരന്തരമായ ഇടപെടൽ, ഇതൊക്കെ കൊണ്ടാണ് എത്തിയത് എന്ന് ശ്രീ സുരേന്ദ്രനോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ളവരോ രാഷ്ട്രീയ വാദഗതിക്ക് വേണ്ടി പറഞ്ഞാൽ, ആരെങ്കിലും വാദിച്ചാൽ, ഞാൻ ചോദിക്കുന്നു, കൊട്ടിയൂരിലെ പെൺകുട്ടിക്ക് ഇതൊന്നും അധികം ഉണ്ടായിരുന്നില്ല. 60-ാം നാളത് കുറ്റപത്രം കൊടുത്തു. അപ്പോൾ ഈ പോലീസിൻ്റെ പൊതുവിലുള്ള സമീപനമാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഒരുപക്ഷേ ദിലീപിന് പോലും ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഇനിയുള്ള 90 ദിവസം കൂടിയുണ്ട്. കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ ജയിലിനുള്ളിൽ കിടന്ന് തന്നെ വിചാരണയും ശിക്ഷയും നേരിടേണ്ടി വരും, വിധിയും നേരിടേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ പക്ഷേ ശ്രീ റഹീം, പ്രശ്നം ഇവിടെ ഇന്ന് രമ്യ നമ്പീശൻ ഇറങ്ങി വന്നിട്ട് പറയുകയായിരുന്നു, അമ്മയുടെ അന്നത്തെ യോഗത്തിൽ ചില കാര്യങ്ങൾ അവർ തീരുമാനമെന്ന നിലയിൽ പറഞ്ഞതിൽ ഞാൻ അതൃപ്തയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ എന്ന ഒരു വാക്ക് അവർ പ്രയോഗിച്ചില്ലെങ്കിലും അവരുടെ ശരീരഭാഷയിൽ അതുണ്ടായിരുന്നു. എന്തുകൊണ്ടങ്ങനെ? ആരെ സംരക്ഷിക്കാൻ? അത് വ്യക്തമാണ്. നമ്മൾ രാഷ്ട്രീയ ബന്ധങ്ങൾ അവിടേക്കും കൂടെ നോക്കണം. അവിടെയുമുണ്ട്. അമ്മ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടൊരു സംഘടനയാണ്. അതിലെ പ്രമുഖരുടെ രാഷ്ട്രീയം ഏത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതും പ്രധാനമാണ്. അതിൻ്റെ ഒരു പരിരക്ഷ കിട്ടിയിട്ടുണ്ടാകും. ഇത് എത്ര വൈരുദ്ധ്യമാണ്. രമ്യ നമ്പീശനാണ് മറുപടി കൊടുക്കേണ്ടത്. താങ്കൾക്കാണ് മറുപടി പറയുന്നത്. ഞാൻ രമ്യ നമ്പീശനെ ഉത്തരിച്ച് പറയട്ടെ പ്ലീസ്. അങ്ങ് ചോദിച്ചൊരു കാര്യം, അമ്മയ്ക്കകത്തുണ്ടായ കാര്യങ്ങളും അതൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഞാൻ അമ്മയുടെ വക്താവോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ അല്ല. ജനപ്രതിനിധികളുണ്ടല്ലോ. ഞാനൊന്ന് പറയട്ടെ. ഇവിടെ നിങ്ങൾ പറയുന്നത് അമ്മയിൽ നേതൃത്വം കൊടുക്കുന്നവർ, ഇപ്പോൾ ശ്രീ മുകേഷിനെയും ഈ പറയുന്ന ഗണേശനും ഇന്നസെന്റും ഇവരെല്ലാവരും ഇടതുപക്ഷവുമായി നേരിട്ട് ബന്ധമുള്ളവരാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ അവർ അമ്മയിൽ പങ്കെടുക്കുന്നതും അമ്മയിൽ അഭിപ്രായം പറയുകയും ചെയ്യുന്നത് രാഷ്ട്രീയ ഐഡന്റിറ്റിയുടെ ഭാഗമല്ല. സിനിമയുമായി ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിലും ചർച്ച ചെയ്തോട്ടെ. പറയട്ടെ സർ, എൻ്റെ കണ്ടൻഷൻ അതല്ല. എൻ്റെ കണ്ടൻഷൻ ഒന്ന് കേൾക്കൂ, എന്നിട്ട് അതിന് മറുപടി പറയും. ഇവിടെ പ്രധാനപ്പെട്ട മറച്ചു വയ്ക്കുന്ന വൈരുദ്ധ്യം എന്താ, വസ്തുത എന്താ? ഈ ദിലീപിന് എന്തോ അനുമതി കൊടുത്തു എന്നാണല്ലോ സൗകര്യം. ഈ അമ്മയുടെ ഇവരെല്ലാം ചേർന്ന് ഇങ്ങനെ എത്ര അടിസ്ഥാനമുണ്ട്. ഇരിങ്ങാലക്കുടയിൽ എല്ലാ നടന്മാരും പോയി. ആർക്ക്? ഇന്നസെന്റിന് വേണ്ടി പൊതുയോഗത്തിനും പ്രചരണത്തിനും. ദിലീപ് പോയി കൊല്ലത്ത്. അല്ല, ഞാൻ ചോദിച്ചല്ലോ ഉത്തരം. നിങ്ങൾ ഞാൻ അടുത്ത് വരാം. അല്ലല്ല, ഗണേശനെ സംരക്ഷിച്ചല്ലോ. ഗണേശന്റെ പ്രചാരണത്തിന് ആര് പോയി? ദിലീപ് പോയി. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ കേൾക്ക്. 25 ലക്ഷം രൂപ വെച്ച് 3 തവണ ഗണേശൻ മത്സരിക്കുമ്പോഴും ദിലീപ് നൽകിയിട്ടുണ്ട്. അത്രയും ഉയർന്ന ഒരു സംഭാവന ഗണേശന് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഈ താരപ്രമുഖരിൽ ദിലീപിൻ്റെതാകും. മോഹൻലാലൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഈ ചർച്ചയിൽ വൈകി വന്ന ഒരാളാണ്. പരിമിതമായ സമയം അങ്ങക്ക് അറിയാം. പിന്നെ ഇടപെടരുത് ദയവേത്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ദിലീപിൻ്റെ രാഷ്ട്രീയ ബന്ധം എന്താ നിങ്ങൾ പറ. കാവ്യ മാധവൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. കാവ്യ മാധവൻ്റെ അമ്മയുടെ പേരെല്ലാം പരാമർശിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, അവരുടെ രാഷ്ട്രീയ നിലപാടും രാഷ്ട്രീയ ബന്ധം എന്താ? ദിലീപിൻ്റെ കോൺഗ്രസ് ബന്ധമാണ് ആണല്ലോ, സംശയമില്ലല്ലോ. അതിനു മുമ്പ് അദ്ദേഹം, ഞാൻ അറിഞ്ഞത് ശരിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് അല്ലല്ല റഹീമെ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ അമ്മയിലേക്ക് കയറുമ്പോൾ ഇവരെല്ലാവരും അരാഷ്ട്രീയത്തിലേക്ക് മാറും. എന്നിട്ട് ഇവർ സംരക്ഷിക്കുന്നത് ക്രിമിനൽ രാഷ്ട്രീയത്തെ. അല്ലല്ല, ക്രിമിനൽ രാഷ്ട്രീയത്തെ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് അവരങ്ങനെ ചില്ലറക്കാരൊന്നും ആയതുകൊണ്ടല്ല.
ചില രംഗങ്ങളിൽ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒന്നിക്കും റഹീം. ആ ഒന്നിക്കലാണ് കേരളം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. വേണു എന്നെ പറയാൻ അനുവദിക്കുന്നില്ല എന്ന പൂർവ്വനിശ്ചിതമായ നിലപാടാണെന്ന് ഇപ്പം ഞാനൊന്നും പറയാതിരിക്കാം. പറയട്ടെ, അല്ല എങ്കിൽ ഞാൻ പറയട്ടെ, അങ്ങ് ചോദിച്ചതിനോട് എന്നെ പ്രതികരിക്കാം. ദിലീപ് സംശയത്തിൻ്റെ നിഴലിൽ നിന്നു തന്നല്ലോ. സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് ദിലീപിനെ രാഷ്ട്രീയമായി ന്യായീകരിച്ച, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ന്യായീകരിച്ച ഒരു നേതാവ്, ഒരു ജനപ്രതിനിധി മാത്രമേ കേരളത്തിലുള്ളൂ. അത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പാർട്ടിയിൽപ്പെട്ട ശ്രീ അൻവർ സാദത്താണ്. 2, അദ്ദേഹത്തിന് രാഷ്ട്രീയമായി അഭയം കൊടുത്ത, അദ്ദേഹത്തിന് പറയാനുള്ളത് കുമ്പസരിക്കാൻ അവസരം കൊടുത്ത ഒരു മാധ്യമമേ കേരളത്തിലുള്ളൂ. അത് ശ്രീ സുരേന്ദ്രൻ്റെ ചാനലായ BJPയുടെ ചാനലായ ജനം TV ആണ്. വേറെ ആരും കൊടുത്തില്ല. അപ്പോൾ ജനത്തിന് BJPക്ക് ദിലീപിനോടുള്ള കമ്മിറ്റ്മെന്റ് എന്താ? അൻവർ സാദത്തിന്റെ നിലപാടെന്താ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, അല്ല അങ്ങനെയാണെങ്കിൽ അല്ല തീരട്ടെ, മമ്മൂട്ടി ഇപ്പം മമ്മൂട്ടിയാണല്ലോ, മമ്മൂട്ടി ചെയർമാനായ കൈരളി TV അല്ലല്ലോ ദിലീപിന് കുമ്പസരിക്കാൻ അവസരം കൊടുത്തത്. അത് ശരിയാണ്, അത് അന്ന് ഫാരിസിനെ കൊടുത്തിട്ടുള്ളൂ. അല്ല അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ അല്ല അതിനിടയിലും എല്ലാറ്റിലും നന്മയെ അളന്നു തൂക്കിയെടുക്കുമ്പോൾ, രാഷ്ട്രീയമായി നന്മയെ അളന്നു തൂക്കിയെടുക്കുമ്പോൾ നിങ്ങൾ ഫാരിസിന്റെ പേര് ഇവിടെ എടുത്ത് പറഞ്ഞത് ഞാൻ അതിനോട് പ്രതികരിച്ചു പോകാൻ സമയമുണ്ടോ? ഇല്ലല്ലോ. അതാണോ ഇവിടുത്തെ ചർച്ചാ വിഷയം? അങ്ങ് പറഞ്ഞത് ശരിയല്ല, അത് മാധ്യമ ധാർമ്മികതയുമല്ല. ഇവിടെ ഞാൻ ഉയർത്തിയ ചോദ്യം പ്രസക്തമാണ്. നിങ്ങൾ എന്നോട് പറഞ്ഞതിനോട് തന്നെ ഞാൻ പ്രതികരിച്ചത്. ഇവിടെ നിങ്ങൾ ഉയർത്തിയ എനിക്കെതിരായ, പാർട്ടിക്കെതിരായ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇവിടെ ഇവരെല്ലാവരും ചേർന്നിട്ട്, മുകേഷും ഇന്നസെന്റും ഇവരെല്ലാം ചേർന്ന് ദിലീപിന് ഒരു പരിരക്ഷ കൊടുക്കുന്നുണ്ടോ എന്നാണ്. ഇല്ല എന്ന എന്റെ വസ്തുതയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെയല്ല, ഇതിന് മറുപടി എങ്ങുമില്ല സാർ, എങ്ങുമില്ല. പത്രസമ്മേളനത്തിൽ എന്ത് പറഞ്ഞു? പത്രസമ്മേളനത്തിൽ നടിക്കെതിരെ പറഞ്ഞോ? അതിനെ കുറിച്ചാണ് ശ്രീ രാജസേനൻ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ചാനൽ, നിങ്ങളുടെ പാർട്ടിയുടെ ചാനൽ ഏഷ്യാനെറ്റ് അവസരം കൊടുത്തില്ല, മാതൃഭൂമി അവസരം കൊടുത്തില്ല, കൈരളി അവസരം കൊടുത്തില്ല. BJPയുടെ ജനം എന്തിനാണ് 1.5 മണിക്കൂർ ടെലികാസ്റ്റ് ചെയ്തത്? സകല ചാനലുകളും കാണിച്ചു. എന്റെ ചോദ്യം ഡയറക്റ്റാണ്. ജനം BJP ചാനലാണോ? ജനം BJP ചാനലാണോ? ആണല്ലോ. ആ BJP ചാനലിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന, കേരളം വെറുക്കപ്പെട്ടയാളായി വെച്ചിരിക്കുന്ന ഒരാളെ തന്നല്ലോ എന്തിനാണ് ഇങ്ങനൊരു അവസരം കൊടുത്തത്? കേരളം വെറുക്കപ്പെട്ട് തുടങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. അന്ന് കുറ്റാരോപിതൻ മാത്രമായിരുന്നു. അല്ലല്ല, അങ്ങനെയെങ്കിൽ പിന്നെ ശ്രീ രാജസേനൻ അന്ന് മുകേഷ് എടുത്ത നിലപാട് ശരിയാണ്. താങ്കളുടെ ന്യായവാദം മുകേഷ് നിലപാട് ശരിയാണ്, നോക്കിയിരുന്ന നിലപാട് ശരിയാണ്. ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ശ്രീ രാജസേനൻ ആ പറഞ്ഞതിലൊരു കഴമ്പുണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷമാണ് അതൊക്കെ വാദത്തിന് വേണ്ടി പറയാനാണ്. ഇനി ചോദ്യം ചെയ്യുന്നതിന് മുൻപ് ജനമല്ലാതെ വേറൊരാൾ അവസരം കൊടുത്തില്ലല്ലോ. ആ കൊടുത്തതിന്റെ പിന്നിൽ രാഷ്ട്രീയ തീരുമാനമുണ്ട്. സിദ്ദിഖ് എന്ന നടൻ ഈ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നിന്ന് ചുമ്മാ അങ്ങ് ആലുവ പോലീസ് ക്ലബിൽ എത്തുമെന്നും ഇവരുമായി തിരിച്ചിറങ്ങി പോകുമെന്നും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവർ അരിയാഹാരം കഴിക്കുന്നവരല്ല. നിങ്ങൾ ഈ പറയുന്ന അന്വേഷണ സംഘം ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട് സിദ്ദിഖ്. പറഞ്ഞോളൂ ശ്രീ ബൈജു. വേണു, സിദ്ദിഖ് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോളൂ ബൈജു. ആ എന്താ പറഞ്ഞതെന്നറിയാമോ? പ്രതികളെ പിടിച്ചില്ലേ, പിന്നെ ഇനി എന്താണ് പ്രശ്നം? ദിലീപിനെ ചോദ്യം ചെയ്ത് വിട്ടൂടെ? ഇതാണ് ചോദിച്ചത്. വേണു, ഞാൻ ഒരു കാര്യം അൻവർ സാദത്തിന്റെ പേര് വന്നുകൊണ്ട് ശ്രീ രാജേന്ദ്രൻ മറുപടി പറയണം. കാരണം അൻവർ സാദത്തിന് ഏതെങ്കിലും തരത്തിൽ ഇതിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് KPC പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ റഹീം പറഞ്ഞത് BJP ചാനലിൽ അദ്ദേഹത്തിന് അവസരം കൊടുത്തുകൊണ്ട് അദ്ദേഹം BJP അദ്ദേഹത്തെ ഓൺ ചെയ്തു എന്നും, ഇപ്പോൾ അൻവർ സാദത്തിന് ഈ ദിലീപുമായിട്ടല്ല, മലയാള സിനിമയിലെ ഒരുപാട് ആളുകളുമായിട്ട് ബന്ധമുണ്ട്. പറഞ്ഞോട്ടെ, ഈ ദിലീപും അൻവർ സാദത്തുമായിട്ട് ബന്ധം വളരെ വലുതാണ്. എനിക്ക് നേരിട്ടറിയാവുന്നതാണ് അവർ തമ്മിലുള്ള ബന്ധം. പിന്നെ നമ്മൾ ഈ ചാനൽ മമ്മൂട്ടി ദിലീപ് ബന്ധത്തെ സംശയത്തിൽ പറഞ്ഞോട്ടെ, അൻവർ സാദത്തിന് ദിലീപുമായി നല്ല ബന്ധമാകാമെങ്കിൽ മമ്മൂട്ടിക്കും ദിലീപുമായി നല്ല ബന്ധം പറഞ്ഞോട്ടെ. മുകേഷും ഒരു കാര്യം പറയട്ടെ, മുകേഷും മമ്മൂട്ടിയും ദിലീപും എല്ലാം സഹപ്രവർത്തകരാണ്.
സഹപ്രവർത്തകരാണ്, അതങ്ങനെയല്ല. ഒരുമിച്ചൊരു കുടുംബം പോലെ കഴിയുന്നവരാണ്, അവരുടെ ഏരിയയാണ്. അൻവർ സാദത്ത് രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ ഏരിയ, സിനിമാ നടനല്ല. ആ അൻവർ സാദത്ത് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ അദ്ദേഹം ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത്? അതിന് KPCCക്ക് ദണ്ഡമില്ല, അതിന് KPCCക്ക് അദ്ദേഹത്തിന് രാജി ആവശ്യമില്ല. ഞാൻ പറയട്ടെ, ഈ ദിലീപ് എന്ന് പറയുന്ന ആള് സസ്പീഷ്യസ് ആയിരുന്നു, ഒരു സസ്പെക്ട് ആയിരുന്നു. അയാൾ അക്യൂസ്ഡ് അല്ല. നിങ്ങൾ കാര്യം ഈ ചർച്ചയിൽ എവിടെങ്കിലും വേണു ഞങ്ങൾ ആരെങ്കിലും ദിലീപിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ദിലീപിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഒരു വിചാരണ ഈ മാതൃഭൂമി ചാനലടക്കം ഒരു ചാനൽ ന്യായീകരിച്ച് ഇല്ല. അല്ലല്ല, പേര് പറഞ്ഞ് വിചാരണ ചെയ്തില്ല എന്നതും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന ആക്ഷേപം ഒരാൾ ഉണ്ടാക്കുന്നതും രണ്ടാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞല്ലോ ചാനൽ ചർച്ച. ഇവിടെ DGP സെൻകുമാറിലേക്ക് പോയിട്ട് കാര്യമില്ല. ബൈജു വേണോ എനിക്കൊരു കാര്യം പറയാണ്ട് വേണോ, നമ്മൾ ഈ ചാനലുകളും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാതെ വളരെ നിർണായകമായ ഒരു കാര്യം എനിക്ക് മാതൃഭൂമി ചാനലിലൂടെ ജനങ്ങളോട് വെളിപ്പെടുത്താനുണ്ട്. അതായത് ഇന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. നമ്മുടെ മലയാളത്തിലെ മരിച്ചുപോയ പ്രഗത്ഭനായ ഒരു നടൻ്റെ കസിൻ സിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് എന്നെ വിളിച്ചത്. ആ ഫോൺ കോളിലെ വിശദാംശങ്ങൾ ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് നമ്മുടെ പ്രശസ്തനായ ഒരു നടനുണ്ടായിരുന്നു, മരിച്ചുപോയി കഴിഞ്ഞ വർഷം. എല്ലാവർക്കും അറിയാം, കലാഭവൻ മണിയുടെ മരണം ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പേരും പറഞ്ഞു. ആ പേര് ഞാൻ എന്തായാലും ചാനലിലൂടെ വെളിപ്പെടുത്തുന്നില്ല. അവർ പറഞ്ഞത് ഇടുക്കി ജില്ലയിൽ രാജാക്കാട് ഒരു റിസോർട്ട്, അതേപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ മറ്റൊരു റിസോർട്ട്, ഈ രണ്ട് റിസോർട്ടുകളുടെയും ഏക്കർ കണക്കിന് വരുന്ന ഭൂമിയുടെയും ഉടമസ്ഥൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ, അതിൻ്റെ ആധാരം പോലും ആരുടെ കയ്യിലാണെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഡോക്യുമെന്റേഷൻ തർക്കമുണ്ടായിരുന്നു ഈ ഗ്രൂപ്പുകളുമായിട്ട്. ഇത് തമ്മിൽ സാറേ ഏതെങ്കിലും ഒരു ചാനലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലേക്ക് വരണം. ഈ കൊലപാതകം മണിയുടെ മരണമല്ല, മണിയെ കൊല ചെയ്തതാണ്. ഇവരുമായി ഈ മാഫിയ ബന്ധവുമായി അല്ലെങ്കിൽ ഈ ലാൻഡ് മാഫിയയുമായി കലാഭവൻ മണിയുടെ മരണത്തിന് ബന്ധമുണ്ട് എന്ന് വളരെ സ്പഷ്ടമായി ഒരു സ്ത്രീ ഇന്ന് എന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അത് ഈ പോലീസിൽ എവിടെ കൊടുക്കാനും ഞാൻ തയ്യാറാണ് വേണു. ശരി, ശ്രീ രാജ്മോഹൻ രാഷ്ട്രീയമായുള്ള മറുപടി പറഞ്ഞ ശേഷം തീർന്നതല്ല. ശരി ബൈജു. അല്ല, നമ്മൾ ഈ കേസിനകത്ത് ഒരു മെറിറ്റ് നോക്കിയാണ് ആദ്യം തൊട്ട് ഇടപെട്ടുള്ളത്. നമ്മൾ പറഞ്ഞത് ഇതിലെ കുറ്റവാളികൾ പിടിക്കപ്പെടണം, നിയമത്തിന് മുമ്പിൽ ഹാജരാക്കപ്പെടണം. ഇത് മലയാള സിനിമയിലെ മാത്രം പ്രശ്നമല്ലോ. ഇവിടെ ഈ കോൺസ്പിറസി താങ്കൾ ഇവിടെ പറഞ്ഞല്ലോ, കേരളത്തിലെ പോലീസിനെ അവരുടെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ആദ്യം തൊട്ട് ഞങ്ങൾ പറയുകയും, എന്നാൽ ആ അന്വേഷണം അതിൻ്റെ ഫൈൻഡിങ്ങിലെത്താൻ ഭരണ നേതൃത്വം, സിനിമയിലെ സ്വാധീനം ഒരിക്കലും അനുവദിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ഞങ്ങൾ വ്യക്തമാക്കി. പോലീസ് ആ സമ്മർദ്ദത്തെ അതിജീവിച്ചിട്ടാണ് ഈ ഫൈൻഡിങ്ങിൽ എത്തിയിരിക്കുന്നത്, അല്ലെന്ന് പറയണ്ട. അല്ല, അതങ്ങനെ ഉണ്ടോ? അങ്ങനെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ രാഷ്ട്രീയ നേതാവല്ലേ? കേരളത്തിൻ്റെ ഭരണ സംവിധാനം ഉപയോഗിച്ച് അങ്ങനെ ഒരു ഫൈൻഡിങ്സിൽ അങ്ങനെ ഒരു ഗവൺമെന്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രം പോകാൻ കഴിയുമോ? ഇന്നിപ്പോ പിണറായി വിജയന് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിലും നല്ല യുക്തിഭദ്രമായി ആ പഴയ കാര്യം വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞത് ആ ഘട്ടത്തിൽ പ്രതികളെ പിടിക്കുക എന്നതായിരുന്നു പ്രധാനം. അതുകൊണ്ട് ആ അറസ്റ്റിനെ പറ്റിയാണ് അപ്പോൾ സംസാരിക്കേണ്ടിരുന്നത്. ഗൂഢാലോചനയെ പറ്റി പിന്നീട് ആ കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയല്ല, പിടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞ വാചോടെ പറ. ഇത് പൾസർ സുനി എന്ന് പറയുന്ന ക്രിമിനലിന്റെ ഭാവനയിൽ നിന്ന് ഉദിച്ചു വന്ന ഒരു ആശയമാണ്. ഇതിനപ്പുറത്ത് കൊട്ടേഷൻ ഇല്ല. അതിന്റെ ബാക്കിയാ വായിക്കാം. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ അതിന്റെ ആദ്യത്തെ വരി അതുൾപ്പെടെ വായിക്കാം. പ്രധാന പ്രതിയുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ചെയ്ത നടപടിയാണിത്. അതാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. ബാക്കി താങ്കൾ പറയുന്നില്ല, ഞാൻ പറഞ്ഞു കേൾപ്പിച്ചുതരാം. മറ്റേതെങ്കിലും സൂചന ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും പോലീസ് ആ വഴിക്കും പോകും. സാധാരണ നിലയ്ക്ക് തെറ്റു ചെയ്യാത്ത ആളെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്ന രീതി ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് ശരിയുമല്ല. അല്ല, ഇത് തന്നെയാണ് മുകേഷ് സംസാരിച്ചത്. അല്ലല്ല, ഇത് തന്നെയാണ് ഈ പറയുന്ന ഗണേശൻ സംസാരിച്ചത്. അപ്പൊ പിന്നെ മുകേഷിനെ കൊല്ലത്തേക്ക് വിളിച്ചു വരുത്തിട്ട് ഈ കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ പറയരുത്. കാരണം മുഖ്യമന്ത്രിയുടെ ബോധ്യമാണ് മുകേഷ് പറയുന്നത്. അല്ല, ശ്രീ റഹീം ഇവിടെ മനസ്സിലാക്കേണ്ടത്, അല്ല, ഒറ്റ നിമിഷം. ഈ ആക്രമണം നടത്തിയവൻ പറയുന്നു ഇതിന്റെ പിന്നിൽ ഞാനല്ല. ഈ ആക്രമണത്തിന് വിധേയയായ വ്യക്തി പറയുകയാണ് അവൻ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ന്. പിന്നെ മുഖ്യമന്ത്രിയല്ല ഒരു ദൈവം തമ്പുരാനും അതിന്റെ മേളിൽ അഭിപ്രായം പറയരുത്. ആ മുഖ്യമന്ത്രിയല്ല ഒരു ദൈവം തമ്പുരാൻ വിചാരിച്ചിട്ടും എന്തേ 120B ആ മുഖ്യമന്ത്രി എന്നല്ലോ കൊണ്ടുവന്നത്. ഏതെങ്കിലും
ഇൻവെസ്റ്റിഗേഷൻ ടീം ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇൻവെസ്റ്റിഗേഷനിൽ എന്തെങ്കിലും പോരായ്മയുണ്ട് എങ്കിൽ അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക്. ഇൻവെസ്റ്റിഗേഷനിൽ എന്തെല്ലാം മെരിറ്റ് ഉണ്ടോ അതെല്ലാം പോലീസിന്. ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു HC ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലുള്ള അല്ലെങ്കിൽ കോൺസ്റ്റബിൾ റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിഴവുണ്ടായാൽ അതിൻ്റെ എല്ലാം കുറ്റം താങ്കൾ ഉൾപ്പെടെ ചോദിക്കും. കേരളത്തിലെ ഇങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അതല്ല, എല്ലാ പിഴവുകളും പോലീസ് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് കൊടുത്തിട്ടില്ല മുഖ്യമന്ത്രിക്ക്. കാരണം പോലീസിന് അറിയാം ആരെന്തു പറഞ്ഞു, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറഞ്ഞു എന്ന് പോലീസിന് അറിയാം. അതുകൊണ്ട് പോലീസ് ഇങ്ങനെ ഫീഡ്ബാക്ക് കൊടുത്തിട്ടില്ല. പിന്നെ വന്ന ഫീഡ്ബാക്ക്, പിന്നെ മുഖ്യമന്ത്രിക്ക് തള്ളാൻ കഴിയാത്ത ആ ഫീഡ്ബാക്ക്, അതിന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. അതൊക്കെ തെറ്റാ. ആ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണോ ഇനി സൂചന കിട്ടുമെങ്കിൽ പിടിക്കുമെന്ന് പറഞ്ഞത്? എന്ത് വേണോ അത് ഒമിറ്റ് ചെയ്യുന്നു? ഒരു എങ്കിൽ എപ്പോഴും അല്ല, അതൊന്നും പറയല്ലേ വേണോ? ഒരു ഭാവന എന്ന് ഒരു പ്രതിയുടെ ഭാവന എന്ന് പറഞ്ഞ് തീർപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു എങ്കിലിന് കുറെ കാലത്തേക്ക് കാര്യങ്ങൾ കിട്ടാൻ കഴിയും. ശ്രീ വേണു, അങ്ങനെ പറയരുത്. ഇത് ഒരു വിലക്കുകളുമില്ലാതെ കൃത്യമായി കേരളത്തിന്റെ പോലീസിന് സഞ്ചരിക്കാൻ പിണറായിയുടെ ഗവൺമെന്റ് അനുമതി കൊടുത്തതിന്റെ ഫലമാണ് കണ്ടത്. ഇല്ലാതെ ഒന്നുമല്ല, ഇല്ലാതെ ഒരു മികവുമല്ല, ഇല്ലാതെ ഒരു മികവുമല്ല. അത് ഈ കേസിൽ മാത്രമല്ല, കേരളത്തിലെ പൊതുജനങ്ങളുടെ ജാഗ്രത, ഞാൻ ഖണ്ഡിക്കാം. ഒരവസരം എന്താ പറഞ്ഞു നിർത്തിയാൽ ഞാൻ വെല്ലുവിളി അവരുടെ ആവനാഴിയിൽ അവസാനത്തല്ല സാർ. പോലീസ് ആ പോലീസിന് പൊതുജന സമ്മർദ്ദം. ദിലീപ് അറസ്റ്റിലായ ദിവസം രാവിലെ മുതൽ 10 മണിക്കൂർ ചോദ്യത്തിന് ശേഷമാണ് അറസ്റ്റിലായത്. അന്ന് രാവിലത്തെ ഏതെങ്കിലും ഒരു മലയാള ദിനപത്രത്തിന്റെ 1ാമത്തെ പേജിലോ എവിടെയെങ്കിലും ഒരിടത്ത് ദിലീപ് ചോദ്യം ചെയ്യപ്പെടുന്നതായി പോലും അറിയുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഒരു മാധ്യമ ശ്രദ്ധയുമല്ല. മാധ്യമങ്ങളുടെ ഇടപെടലിനെയൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. അത് ഇതിലല്ല, എല്ലാ കാര്യത്തിലും ഉണ്ടാകണം, വിമർശനങ്ങൾ ഉണ്ടാകണം, പിന്തുടരലുണ്ടാകണം. പക്ഷേ അതിന്റെ ചിലവിലാണ് ഈ നേട്ടം എന്ന് പറയുകയും സർക്കാരിന് പണിയുന്നില്ലെന്ന് പറയുന്നത് ശരിയല്ല, അത് നിൽക്കുകയുമില്ല. 11 മണിക്കൂർ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ദിലീപിനെ വിടണമെന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആരാണ് ഫോൺ ചെയ്തത്? എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. പുതുതായി ചേർന്നിരിക്കുന്ന അതിഥി സിനിമാ പ്രവർത്തകയായ ഭാഗ്യലക്ഷ്മിയാണ്. സിദ്ദിഖ് ചേന്നമംഗലൂരിലേക്കും ഭാഗ്യലക്ഷ്മിയിലേക്കും അഡ്വക്കേറ്റ് രാജകുമാറിലേക്കും ദീദി ദാമോദരനിലേക്കും ഞാൻ പോകും ഇടവേളയ്ക്ക് ശേഷം.